നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മഹാകുംഭമേളയുടെ 27ാം ദിവസമാണ് ഇന്ന് ശനിയാഴ്ച. ജനുവരി 13 മുതൽ 40 കോടി ഭക്തർ സംഗമത്തിൽ സ്നാനം ചെയ്തു എന്നാണ് കണക്ക്. മേള 18 ദിവസം കൂടി തുടരും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സംഖ്യ 50 കോടിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് സംഗമത്തിൽ വൻ ഭക്തജന തിരക്കുണ്ടാകും. ഞായറാഴ്ചയും കൂടുതൽ ആളുകൾ എത്തും. ഇത് കണക്കിലെടുത്ത് ഭരണകൂടം ജാഗ്രത പാലിച്ചിട്ടുണ്ട്. മഹാകുംഭമേളയിൽ 30 പേരുടെ മരണത്തിനിടയാക്കിയ തിക്കിനും തിരക്കിനും പിന്നിൽ ഗൂഢാലോചനയാണെന്നും അന്വേഷണം അവസാനിച്ചാൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ നാണിച്ച് തലതാഴ്ത്തേണ്ടി വരുമെന്നും BJP MP രവിശങ്കർ പ്രസാദ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് രവിശങ്കർ പ്രസാദ് ഇക്കാര്യം പറഞ്ഞത്. മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരണപ്പെട്ട സംഭവത്തിൽ UP സർക്കാരിനെ കുടുക്കാൻ ലക്ഷ്യമിട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി തള്ളി സുപ്രീം കോടതി. വിശാൽ തിവാരി എന്ന അഭിഭാഷകനാണ് ഹർജി സമർപ്പിച്ചത്. വേണമെങ്കിൽ ഈ പൊതു താൽപര്യ ഹർജി അലഹബാദ് കോടതിയിൽ സമർപ്പിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. UP സർക്കാർ രൂപീകരിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ ഇക്കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും UP സർക്കാരിന് വേണ്ടി ഹാജരായ മുകുൾ രോഹ്തഗി വാദിച്ചു. കിന്നർ അഖാരയിലെ അഘോര കാളി പൂജ നടന്നു. അർദ്ധരാത്രിയിലാണ് ഈ പൂജ നടത്തുന്നത്. പവൻ കുണ്ടലത്തിനു ചുറ്റും മനുഷ്യ തലയോട്ടികൾ സ്ഥാപിച്ചാണ് അഘോരികൾ ഈ പൂജ നടത്തുന്നത്. ഈ പൂജ കാണുമ്പോൾ സാധാരണക്കാർ ഭയപ്പെടും. ജനുവരി 13 മുതൽ ഇത് നടത്തുന്നുണ്ട്. തന്ത്രവിധാൻ പ്രകാരമാണ് ഈ പൂജ നടത്തുന്നത്. അഘോരികൾ പൂക്കളും ദീപങ്ങളും കൊണ്ട് ത്രികോണാകൃതിയിലുള്ള ഹവൻ കുണ്ടിന്, അതായത് അഗ്നിക്കുഴി, അലങ്കരിച്ച് ചുറ്റും തലയോട്ടികൾ സ്ഥാപിച്ചു. അതിനു മുന്നിൽ കത്തുന്ന വിളക്കുകൾ സ്ഥാപിച്ചു. പിന്നെ ഹവൻ കുണ്ട് രംഗോലി കൊണ്ടും അലങ്കരിച്ചു. മഹാമണ്ഡലേശ്വർ മണികണ്ഠൻ എല്ലാ രാത്രിയിലും ഉച്ചയ്ക്ക് 12 മുതൽ പുലർച്ചെ 2 മണി വരെ ഈ പൂജ നടത്തുന്നു. ഈ സമയത്ത് തന്റെ ശിഷ്യന്മാർക്ക് അദ്ദേഹം ദീക്ഷയും നൽകുന്നു. കാശിയിലെ മണികർണിക ഘട്ടിലും കാമാഖ്യ ദേവി ക്ഷേത്രത്തിലുമാണ് ഈ പ്രത്യേക സാധന സാധാരണയായി നടത്താറ്. എന്നാൽ മഹാകുംഭമേളയുടെ സമയത്ത് ഈ പൂജയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുന്നു. സംഘം നഗരത്തിൽ ജഡ പാർലറുകളും നടത്തുന്നത് ഇൻഡോറിൽ നിന്നുള്ള എലിസബായ് രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആണ്. പ്രൊഫഷണൽ ഡ്രെഡ് ലോക്ക് ആർട്ടിസ്റ്റും. ഇതുവരെ എണ്ണമറ്റ സന്യാസിമാരുടെയും ഋഷിമാരുടെയും ജഡയെ അലങ്കരിച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. ഇതിനു പുറമെ നിരവധി യുവാക്കൾ ഇവിടെ കൃത്രിമ ഡ്രെഡ് ലോക്കുകളും ധരിച്ചിട്ടുണ്ട്. ഋഷിമാരുടെയും സന്യാസിമാരുടെയും ഡ്രെഡ് ലോക്കുകൾ ഒറിജിനലാണ്. അവർ തങ്ങളുടെ ഡ്രെഡ് ലോക്ക് പാർലറിൽ വന്ന് അവയെ ഭംഗിയാക്കും എന്നാണ് എലിസ പറയുന്നത്. ഇവർ കിന്നർ അഖാരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്തവണ അഖാരയിലെ ആചാര്യ മഹാമണ്ഡലേശ്വർ ഡോക്ടർ ലക്ഷ്മിപതി ത്രിപാഠി തലയിൽ ഇവരെ തലപ്പാവണിയിച്ചു. ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയ്ക്ക് കണക്കിന് കൊടുത്ത സോഷ്യൽ മീഡിയ. എന്റെ ദൈവം വെള്ളത്തിൽ വസിക്കുന്നില്ല, എന്റെ ദൈവം അമ്പലത്തിലോ പള്ളിയിലോ ഗുരുദ്വാരയിലോ ഇല്ല, എന്റെ ദൈവം എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നാണ് കുംഭമേളയെ പറ്റി ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു പഴയ ഫോട്ടോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ മകൻ ഫാറൂഖ് അബ്ദുള്ളയോടൊപ്പം നിൽക്കുന്നതും കാണാം. ദൈവം പള്ളിയിൽ വസിക്കുന്നില്ല എന്ന് പറഞ്ഞ ഫറൂഖ് അബ്ദുള്ള പിന്നെ എന്തർത്ഥത്തിലാണ് മക്കയിൽ പോയതെന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. കുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെ വീഡിയോ പകർത്തുകയും അതിന് ഹിന്ദു ദൈവങ്ങളെ കൂടി ചിത്രം ചേർത്ത് വെച്ച് മോശം കമന്റ് ഇട്ട കമ്രാൻ ആൽവി അറസ്റ്റിൽ. UPയിലെ ബാരാബങ്കി സ്വദേശിയാണ് കമ്രാൻ ആൽവി. കമ്രാൻ ആൽവിക്ക് സ്വന്തം വെബ്സൈറ്റും ന്യൂസ് പേപ്പറുമുണ്ട്. ഇദ്ദേഹമാണ് മഹാകുംഭമേളയ്ക്ക് സ്ത്രീകൾ കുളിക്കുന്ന വീഡിയോ അധിക്ഷേപ കമന്റോടെ പങ്കുവച്ചത്. മഹാകുംഭമേളയിൽ നിന്ന് അഖാഡകൾ പുറപ്പെടുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ചു. മഹാകുംഭമേളയുടെ സെക്ടർ 20 നിർമ്മിച്ച അഖാര പ്രദേശത്ത് പ്രധാന ശൈവ അഖാരകൾ അവരുടെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പാരമ്പര്യവും നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ കീഴിൽ പഞ്ച് പരമേശ്വർ അഥവാ പുതിയ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും അഖാഡയിൽ നടന്നു. മഹാകുംഭമേളയിൽ നിന്ന് അഖാഡകൾ മടങ്ങി തുടങ്ങിയതോടെ ഇതിനായി പുതിയ ഗതാഗത പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 8 രാത്രി 8 മുതൽ പുലർച്ചെ 4 വരെ അവരുടെ വാഹനങ്ങൾ മേളപ്രദേശത്ത് പ്രവേശിക്കാൻ അനുവാദമുണ്ടാവും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.